ചൂട് കനത്തതോടെ തണ്ണിമത്തന്റെ വരവും വിൽപ്പനയും വർദ്ധിച്ചു. രുചിയിലും കളറിലും വൈവിധ്യങ്ങൾ നിറഞ്ഞ നിരവധി തണ്ണിമത്തനുകളാണ് ചൂടിനെ തണുപ്പിക്കാൻ ഇന്ന് വിപണികളിൽ സജീവമായിരിക്കുന്നത്. ആ കാഴ്ചകളിലേക്ക്. വേനൽക്കാലത്തേക്ക് വിളവെടുപ്പിന് പാകമാക്കിയാണ് ഒട്ടുമിക്ക തണ്ണിമത്തൻ തോട്ടങ്ങളും തയ്യാറാക്കുന്നത്. കേരളത്തിൽ ചൂട് അസഹ്യമായി തുടങ്ങിയതോടെയാണ് തണ്ണിമത്തനും ആവശ്യക്കാർ ഏറിയത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമായി ധാരാളം തണ്ണിമത്തൻ വിൽപ്പനശാലകളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മൊത്ത കച്ചവടക്കാരും ചെറുകിട വ്യാപാരികളും കൂടിയ തോതിലാണ് തണ്ണിമത്തൻ ശേഖരിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. തണ്ണിമത്തന് ആവശ്യക്കാർ ഏറെയാണെന്ന് കച്ചവടക്കാർ പറയുന്നു. തണ്ണിമത്തൻ കൂടുതലായും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ് എത്തുന്നത്. കേരളത്തിൽ അപൂർവമായി മാത്രമാണ് തണ്ണിമത്തൻ കൃഷി. അന്യ സംസ്ഥാനങ്ങളിൽ തന്നെ തമിഴ്നാട്, മദ്രാസ് എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലായും തണ്ണിമത്തൻ കേരളത്തിലേക്ക് എത്തുന്നത്. തമിഴ്നാട്ടിലെ തോട്ടങ്ങൾ ഒന്നിച്ച് വിലയ്ക്ക് വാങ്ങി തമിഴ്നാട്ടുകാരെ കൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിക്കുകയും മലയാളികളെ മേൽനോട്ടത്തിന് നിയമിക്കുകയുമാണ് വൻകിട കച്ചവടക്കാർ ചെയ്യുന്നത്. ഇറാനി, മൃദുൽ, വിശാൽ, നംതാരി, ജന്നാത്ത് തുടങ്ങി വിവിധ ഇനങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ വിപണി കീഴടക്കിയത്. മദ്രാസ്, ദിണ്ടിവനങ്ങളിൽ നിന്നും വരുന്ന ജന്നാത്തിനാണ് കൂടുതൽ ഡിമാൻഡ്. മറ്റുള്ളവയിൽ നിന്നും താരതമ്യേന കുരുകുറവും നിറവും മധുരവുമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതിനാലും മിതമായ വിലയ്ക്ക് ലഭിക്കുമെന്നതിനാലുമാണ് തണ്ണിമത്തന് ആവശ്യക്കാർ ഏറി വരുന്നത്. സാധാരണ ചെറുകിട കച്ചവടക്കാർ 20 രൂപ മുതൽ 25 രൂപ വരെ ചില്ലറ വിൽപ്പന നടത്തുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതിനു പുറമെ വിവിധ വിദേശ രാജ്യങ്ങളിലുള്ള പലതരത്തിലുള്ള തണ്ണിമത്തനുകളും വിപണിയിൽ ലഭ്യമാണ്. റമദാൻ ആരംഭിക്കുക കൂടി ചെയ്യുന്നതോടെ തണ്ണിമത്തൻ വിൽപ്പനയിൽ വർധനവുണ്ടാകുമെന്നും കച്ചവടക്കാർ പറയുന്നു. തണ്ണിമത്തൻ വിൽപ്പനയ്ക്ക് പുറമെ തണ്ണിമത്തൻ ജ്യൂസുകൾക്കും ഇപ്പോൾ വിപണിയുണ്ട്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.